ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ആരംഭ ക്ലാസ് ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അതിൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ട് നമുക്ക് കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചല്ലോ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇത് വായിക്കാം. ക്രിസ്തുവേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുവേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് കർത്താവായ ക്രിസ്തുവേശുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ദൈവജനത്തിൻ്റെ ചില അടയാളങ്ങൾ ആ വാക്കുകളിൽ നിന്ന് 1 മുതൽ 30 വരെ വാക്യത്തിനകത്തുനിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ 1-2 വാക്യത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഈ 1-2 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നത് ആരോഗ്യമുള്ള ഒരു സഭയുടെ അടയാളങ്ങൾ ഈ ആദ്യത്തെ 1-2 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. പൂർണ്ണമായി ദൈവത്തെ ആശ്രയിച്ചു ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭ ചില അടയാളങ്ങൾ കാണിക്കും. ആ അടയാളങ്ങൾ ദൈവസഭയിൽ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ദൈവസഭ പരിശുദ്ധാത്മാവിൽ നിറവോടെ കർത്താവിനെ ആരാധിക്കുന്ന ദൈവസഭയാണ്. ഈ 1-2 വാക്യത്തിനകത്തുനിന്ന് ഏകദേശം 5 അടയാളങ്ങൾ ദൈവസഭ പരിശുദ്ധാത്മാവിന് നിറവോടെ പൗലോസ് അപ്പോസ്തലൻ ഈ തിമത്തിയോസിനോട് കൂട്ടുപിടിച്ചുകൊണ്ട് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്. 1, ആരോഗ്യമുള്ള ഒരു ദൈവസഭ എന്ന് പറയുന്നത് യുവ ശിഷ്യന്മാരുള്ള ദൈവസഭയായിരിക്കും. 2, ക്രിസ്തുവിൻ്റെ സേവകർ ആയി അല്ലെ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ഉള്ള ദൈവസഭയായിരിക്കും. 3, യഥാർത്ഥ വിശുദ്ധന്മാർ നിറഞ്ഞിരിക്കുന്ന ദൈവസഭയായിരിക്കും. അശുദ്ധന്മാർ ദൈവസഭയ്ക്കകത്തുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇതിനകത്തുനിന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇനി 4, മാതൃകപരമായി നയിക്കുന്ന നേതാക്കന്മാർ ഉള്ള ദൈവസഭയായി തീരും. അതിൻ്റെ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുന്നുണ്ട്. ഇനിയും 5, കൃപയും സമാധാനവും അനുഭവിക്കുന്ന ദൈവസഭയായി തീരും. ഇതാണ് ഈ 2 വാക്യത്തിനകത്തു നിന്ന് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയിൽ കാണുന്ന ആരോഗ്യമുള്ള ഒരു ദൈവസഭയ്ക്കകത്ത് കാണുന്ന ചില അടയാളങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 2 കാര്യങ്ങൾ മാത്രം ഈ രാത്രി ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ 2 കാര്യങ്ങൾ മാത്രം. ആരോഗ്യമുള്ള സഭയിൽ യുവജനങ്ങൾ, ശിഷ്യന്മാരായിട്ടുള്ള യുവജനങ്ങളെ നമുക്ക് കാണാൻ, മാത്രമല്ല ആ ദൈവസഭയ്ക്കകത്ത് ക്രിസ്തുവിൻ്റെ സേവകന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പൗലോസ് അപ്പോസ്തലൻ ലേഖനം ഈ ലേഖനം വായിച്ചു വരുമ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ താൻ അപ്പോസ്തലനാണെന്ന് ഇവിടെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറ്റുള്ള ചില ലേഖനങ്ങളൊക്കെ പൗലോസ് അപ്പോസ്തലനാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ലേഖനത്തിനകത്ത് അങ്ങനെ കാണുവാൻ കഴിയുന്നില്ല. കാരണം ഈ ഫിലിപ്പിയ ദൈവസഭയ്ക്ക് വ്യക്തമായിട്ട് അറിയുവാൻ കഴിയും പൗലോസ് ആരാണെന്ന് അറിയുവാൻ കഴിവുള്ളത് കൊണ്ട് പൗലോസ് അത് പരാമർശിക്കുന്നില്ല. ഇനി ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇവിടെ 1-ാമത് പൗലോസ് പറയുകയാണ്, ദൈവസഭ വളർച്ച പ്രാപിക്കുന്ന ദൈവസഭയ്ക്കകത്ത് യുവജനങ്ങൾ ശിഷ്യന്മാരായി അല്ലെങ്കിൽ പുതിയതായി യുവജനങ്ങൾ ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വരും. അതിന് ഏറ്റവും ഉദാഹരണമാണ് പൗലോസ് അപ്പോസ്തലനെ ആദ്യത്തെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട്. പൗലോസും തീമത്തിയോസും ഒരു അപ്പനും മകനും പോലുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അനുഭവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് വളർച്ച പ്രാപിച്ച പൗലോസും യുവത്വത്തിൻ്റെ പ്രത്യാശയിൽ നിറഞ്ഞ ഒരു തീമത്തിയോസും ഒന്നു ചേർന്നുകൊണ്ട് ദൈവസഭയെ നയിക്കുന്ന അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വിശ്വാസത്തിലേക്ക് അനേകരെ നയിക്കുന്ന ഈ 2 വ്യക്തി ജീവിതങ്ങളെ നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ വളർച്ച പ്രാപിക്കേണ്ട ഒരു ദൈവസഭയ്ക്കകത്തേക്ക് പുതിയതായി വിശ്വാസികൾ കടന്നു വരണമെന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ഇത് ദൈവസഭയെ കർത്താവ് ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. നമുക്കറിയാം യേശു കർത്താവ് ഏൽപ്പിച്ച ദൗത്യം പൗലോസിന്റെ വീക്ഷണത്തിനകത്തു നിന്ന് പൗലോസ് ദൈവജനത്തെ പഠിപ്പിക്കുമ്പോൾ പൗലോസ് മാത്രമായി ഒതുങ്ങി ഇരുന്ന് പോകുവാനല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. തീമത്തിയോസിനെ പോലുള്ള യുവാക്കന്മാരെ കൂടെ ദൈവസഭയുടെ ആകർഷ വസ്തുവായിട്ട് പ്രത്യാശയിൽ ജീവിക്കുന്ന യുവാക്കന്മാരെ താൻ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം എന്ന് അറിയാമോ? മത്തായി സുവിശേഷം നമുക്ക് അറിയാവുന്ന വാക്കാണ്. 28-ാം അധ്യായത്തിന് പലപ്പോഴും നമ്മൾ വായിക്കുന്ന വാക്കുകളാണല്ലോ. 28-ാം അധ്യായത്തിന് 19-ാം വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചു
ഉപദേശിക്കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കുവിൻ, ഞാനോ ലോകാവസാനത്തിലും എല്ലാ നാളും നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. ശിഷ്യരാക്കുവിൻ. ഈ യേശു കർത്താവ് പറഞ്ഞ വാക്കിനകത്ത് നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് മറ്റുള്ളവരെയും കൂടെ ശിഷ്യരാക്കി ദൈവസഭയോട് അടുപ്പിക്കും. അതുകൊണ്ടാണല്ലോ തീമോഥെയോസിന് എഴുതുന്ന 2-ാം ലേഖനത്തിനകത്ത് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് പൗലോസ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ സകല സാക്ഷിയുടെ മുമ്പായി എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കാൻ സമർത്ഥനായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. അപ്പം തീമോഥെയോസിനോടും പറയുകയാണ്, നീ ഇതിനകത്തേക്ക് കടന്നു വന്നിട്ട് ഒരു വളർച്ച പ്രാപിക്കുന്ന സഭയുടെ ഭാഗമായി നീ തീരുമ്പോൾ നിന്നെ ഏൽപ്പിച്ച ദൗത്യം മറ്റുള്ളവരെയും കൂടെ ശിഷ്യരാക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ യേശു കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ നിറവ് നീ പ്രാപിച്ചുവെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മളെ ആക്കിയിരിക്കുന്ന ഈ ലേഖനത്തിനകത്തുനിന്ന് പൗലോസ് ഫിലിപ്പിയ ദൈവസഭയെ പഠിപ്പിക്കുന്ന അതേ പാഠം തന്നെ നമ്മളെയും കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെ പഠിപ്പിക്കുന്ന കർത്താവിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നു കൂടി ദൈവത്തെ ആരാധിച്ചിട്ട് നമ്മൾ സമൃദ്ധിയോടെ സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ വേണ്ടി അല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പുതിയതായി ചിലരെയും കൂടെ ദൈവസഭയുടെ ഭാഗമാക്കുവാൻ, കർത്താവിന്റെ ശിഷ്യരാക്കുവാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി തുനിയുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിക്കുമ്പോൾ, ഈ തീമോഥെയോസ് ചരിത്രം നമുക്കറിയാം. പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ആരാണ് തീമോഥെയോസ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുന്നുണ്ട്. ഈ തീമോഥെയോസിനെ ഒറ്റ നോട്ടത്തിൽ പൗലോസ് കാണുമ്പോൾ പൗലോസിന് വലിയ അത്ഭുതമായിട്ടാണ് പൗലോസ് തീമോഥെയോസിനെ നോക്കുന്നത്. കാരണം യേശുക്രിസ്തുവിലുള്ള സ്നേഹവും പക്വതയും നിറഞ്ഞ ഒരു യുവാവ്, യൗവനക്കാരൻ. ഇതിനെ നോക്കുമ്പോൾ പൗലോസ് വളരെ വളരെ അത്ഭുതകരമായി ഒരു നോട്ടമാണ് തീമോഥെയോസിനെ നോക്കുന്നത്. നിനക്ക് ഇത്രമാത്രം ഒരു ദൈവസ്നേഹവും ഇത്രമാത്രം ഒരു പക്വതയും നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ നോക്കുമ്പോൾ, താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പൗലോസിന് ലഭിച്ച പക്വതയുടെ 2 വ്യക്തികൾ ഈ ക്രിസ്തുവിൽ യേശുവിലുള്ള സ്നേഹത്തിൽ വളരുവാനും ഈ പക്വതയിൽ വളരുവാനും പൗലോസിനെ ട്രെയിൻ ചെയ്ത 2 വ്യക്തികളെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 2 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വരുമ്പോൾ, ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവിസിലോ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവഭക്തിയായിരിക്കുന്ന ഒരു വല്യമ്മച്ചിയും ഒരു അമ്മയും തനിക്കുള്ളത് കൊണ്ട്, ഈ പൗലോസ് അപ്പോസ്തലന്റെ ഈ തീമോഥെയോസിന്റെ ഈ ചരിത്രം പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. വായിച്ചു വരുമ്പോൾ ആ വ്യക്തി ആരാണെന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ പൗലോസ് പറയാണ്, നിന്നെ കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമാണ്. കാരണം നിന്റെ ഈ പക്വത കാണുമ്പോൾ, നിന്റെ ദൈവസ്നേഹം കാണുമ്പോൾ, ദൈവജനത്തോടുള്ള സ്നേഹം കാണുമ്പോൾ, ദൈവദാസന്മാരുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി തോന്നുന്നു. അതിന് കാരണക്കാരൻ നിന്റെ വല്യമ്മയും നിന്റെ അമ്മയുമാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടായേക്കാം, ഇവർക്ക് ഈ നോളജ്, ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? അത് കിട്ടിയത് ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. വല്യമ്മച്ച് കിട്ടിയ ജ്ഞാനം എവിടെ നിന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കണ്ണാടിയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെ, കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുസ്സിൽ ഒരു കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ചു. നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. അപ്പം വല്യമ്മച്ചിക്ക് കിട്ടിയ ഉപദേശം പഴയ നിയമ പുസ്തകത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം, ദൈവം കൊടുത്ത ജ്ഞാനത്തിനനുസരിച്ച് ദൈവജനത്തിന് വേണ്ടി എഴുതി കൊടുത്തിരിക്കുകയാണ്. നീ അത് നിന്റെ മക്കളെ പഠിപ്പിക്കണം. അപ്പം വല്യമ്മച്ചി മോളെ പഠിപ്പിച്ചു. മാത്രമല്ല, മോളുടെ അല്ലെങ്കിൽ തൻ്റെ ജനറേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ജനറേഷൻ കൂടെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അത് ദൈവഭാഗത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിലും നമ്മൾ ചിന്തിക്കണം, ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു, ഇവിടം കൊണ്ട് തീരുന്നല്ല. നമുക്ക് ലഭിച്ച ദൈവകൃപ, നമുക്ക് ലഭിച്ച ദൈവീയ അനുഭവങ്ങൾ നമ്മുടെ മക്കളോട് പറയണം, മക്കളുടെ മക്കളോടും പറയണം. കാരണം സത്യത്തിൽ, ഉപദേശത്തിൽ വഴി നടത്തിയെങ്കിൽ മാത്രമേ ഈ തീമോഥെയോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവൻ
പക്വതയുള്ള കുഞ്ഞാണ്, അവൻ ദൈവസ്നേഹം നിറഞ്ഞ കുഞ്ഞാണെന്ന് ആ വ്യക്തികളെ നോക്കിക്കൊണ്ട്, നമ്മുടെ തലമുറകളെ നോക്കിക്കൊണ്ട് സമൂഹം പറയുവാൻ കഴിയുള്ളൂ. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, പ്രായം കൊണ്ട് പലരും പ്രായം ഒത്തിരി ഉണ്ടെങ്കിലും പക്വത പ്രാപിച്ചിട്ടില്ല നമ്മൾ പറയാറില്ലേ? കാരണം എന്തറിയാമോ? ഇത് പലപ്പോഴും ദൈവവചനം പഠിക്കാത്തതുകൊണ്ട് ക്രിസ്തീയ പക്വതയിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഇനി ആവർത്തന പുസ്തകം തന്നെ 6-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, 6-7 വാക്യങ്ങൾക്ക് വായിച്ചു വരുമ്പോൾ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ, അമ്മയോടുള്ള ഉപദേശം, നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. ഒരമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശം, അല്പന കൊടുക്കുന്ന ഉപദേശം, അത് നീ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. എപ്പോഴൊക്കെയാ? വീട്ടിലിരിക്കുമ്പോൾ ഉപദേശിക്കണം, വഴി നടക്കുമ്പോൾ ഉപദേശിക്കണം, കിടക്കുമ്പോൾ ഉപദേശിക്കണം, എഴുന്നേൽക്കുമ്പോൾ ഉപദേശിക്കണം. അവയെക്കുറിച്ച് സംസാരിച്ച് നീ മുന്നോട്ട് നീ തലമുറയെ നയിക്കുവാൻ കഴിയുന്നെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാനും ആ പക്വതയിലേക്ക് വരുവാനും കഴിയും. നമ്മൾ പലപ്പോഴും കാണുമ്പോൾ പല ക്രിസ്തീയ കുടുംബത്തിനകത്തും ഈ പക്വതയിലേക്ക് വരാത്തതിന്റെ, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരാത്തതിന്റെ കാരണം എന്നറിയാമോ? വീടിനകത്ത് ഇങ്ങനെയുള്ള സംസാരങ്ങൾ നിന്നുപോയിട്ട് മറ്റ് ഇതര കാര്യങ്ങൾ സംസാരിക്കുന്നത് ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ മറുതലിച്ചു പോകുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ വീടിനകത്ത് സംസാരിക്കേണ്ടത് മറ്റുള്ളവരുടെ കുറ്റമല്ല, മറ്റുള്ളവരുടെ കുറവല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ചല്ല സംസാരിക്കേണ്ടത്. വേദപുസ്തകത്തിനകത്ത് ദൈവം എന്നെ നടത്തിയ വഴികള്, എന്നെ നടത്തിയ പരിപാലിച്ച വഴികള്, അത് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെങ്കിൽ മാത്രമേ പക്വത പ്രാപിച്ച ഒരു ക്രിസ്ത്യ ജീവിതത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുവാൻ കഴിയുള്ളെന്ന് വിശുദ്ധ വേദപുസ്തക പ്രകാരം നമ്മുടെ ദൈവവചനം നമ്മളെ ഉപദേശിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ശലോമോൻ പറഞ്ഞിരിക്കുന്നത് 22-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, സദൃശ്യവാക്യം പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. പ്രായമായതിനു ശേഷം അവനെ അഭ്യസിക്കാൻ പോയാൽ അവൻ തിരിച്ചടിക്കും. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയുള്ള മാതാപിതാക്കളായിട്ട് അവനെ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ ദൈവവചനത്തിന്റെ ആഴമേറിയ മർമ്മം പറഞ്ഞു കൊടുത്ത് അവനെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവൻ വൃദ്ധനായാലും ആ ദൈവകൃപ വിട്ടുപോകത്തില്ലെന്ന് വിശുദ്ധ വേദ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, നമുക്കറിയാം തീമോഥെയോസിനെ കുറിച്ച് പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം വായിച്ചു വരുമ്പോൾ, അവന്റെ അപ്പൻ ഒരു അവിശ്വാസിയായ ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ മാതാപിതാക്കൾ യഹൂദ മതത്തിൽ വിശ്വസിക്കുകയും മാത്രമല്ല ക്രിസ്തു യേശുവിലുള്ള ആ സ്നേഹത്തിലേക്ക് പിന്നീട് അവർ കടന്നു വരികയും ചെയ്തു. പക്ഷെ തീമോഥെയോസ് തൻ്റെ ജീവിതയാത്രയിൽ മാതാപിതാക്കളോട്, പിതാവിൻ്റെ അവിശ്വാസത്തിലേക്ക് പോകാതെ മാതാപിതാക്കളോട് ചേർന്ന് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആ വ്യക്തിക്ക് ദൈവം സഹായിച്ചു. താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഈ പ്രവൃത്തിയുടെ പുസ്തകം ഈ 16-ാം അധ്യായമൊക്കെ വായിച്ചു വരുമ്പോൾ അതിനകത്തൊരു വലിയൊരു ചർച്ചാ വിഷയമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ബൈബിൾ എത്ര പേര് ഈ ബൈബിൾ സ്റ്റഡിയുടെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ 16-ാം അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോൾ വലിയൊരു ചർച്ചാ വിഷയം അതിനകത്ത് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ദൈവസഭയ്ക്കകത്തുള്ള ഒരാൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആ ക്വസ്റ്റ്യനകത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വളരെ സന്തോഷം തോന്നി. കാരണം ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിഞ്ഞു. അതുപോലെ ഇതിനകത്ത് ഈ 16-ാം അധ്യായത്തിനകത്ത് വലിയൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യനെ കുറിച്ച് നിങ്ങൾ വായിച്ച് പിന്നീട് അത് മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കിയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പിന്നീട് അത് ചർച്ച ചെയ്യാനും കഴിയും. മാത്രമല്ല, തീമോഥെയോസിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം, യൗവന പ്രായത്തിൽ തന്നെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും തന്നോടൊപ്പം സഞ്ചരിച്ച യൗവനമകൾ, അതുകൊണ്ടാണല്ലോ തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിലും 2 തീമോഥെയോസ് ലേഖനം 2-ാം അധ്യായത്തിലും ഈ പൗലോസ് അപ്പോസ്തലൻ ഈ തീമോഥെയോസ് യൗവനക്കാരനാകുന്ന ശിഷ്യനാക്കി തന്നോടൊപ്പം കൂട്ടിയിരിക്കുന്ന തീമോഥെയോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലിലും വിശ്വാസികൾക്ക് മാതൃകയായി തീരണം. കാരണം തന്നോടൊപ്പം കൂടിയിരിക്കുന്ന ഈ പക്വത നിറഞ്ഞ ദൈവദാസനെ കുറിച്ച് പൗലോസ് പറയാണ്, നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. കാരണം മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത മാതൃക പ്രകാരം ജീവിച്ചെടുക്കുന്ന ഒരു യൗവനക്കാരനോട് പറയാണ്, അത് ആരും തുച്ഛീകരിക്കാതെ വാക്കില് നടപ്പില് സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായി നടക്കണം. അപ്പൊ പക്വത പ്രാപിച്ചവന്റെ ലക്ഷണമാണ് തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത്. അവന്റെ വാക്കുകൊണ്ട് കൊടുക്കുവാൻ വേണ്ടി പലരും ശ്രമിക്കുമ്പോൾ നിന്റെ വാക്ക് സൂക്ഷിക്കണം. മാത്രമല്ല നിന്റെ നടപ്പ്
സൂക്ഷിക്കണം. നീ എവിടെ പോയാലും അത് ദൈവഹിത പ്രകാരമുള്ളിടത്ത് വേണം പോകുവാൻ, അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് പോകുവാൻ അനുവദിക്കരുത്. നീ പിന്നെ സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലും വിശ്വാസികൾ, കൂട്ടുവിശ്വാസികൾക്ക് അല്ല, പുതിയതായി ദൈവസഭയിൽ കടന്നു വരുന്നവർക്ക്, ഇപ്പോൾ ദൈവസഭയ്ക്കകത്ത് ഉള്ളവർക്ക് നീ എപ്പോഴും ഒരു മാതൃകയായി തന്നെ തീരണം. അതിന് 2 തീമോഥെയോസ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ പൗലോസ് പറയാണ്, യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയിലും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടു കൂടി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. ആരോടെ സമാധാനം ആചരിക്കാൻ പറഞ്ഞത്? ശുദ്ധ ഹൃദയത്തോടു കൂടി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കണം. കാരണം യൗവന മോഹങ്ങളെ നീ വിട്ടോടണം. കാരണം നീ ക്രിസ്തുവിൽ ഭക്തിയുള്ള, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട, പക്വത പ്രാപിച്ച നിനക്ക് ഈ ലോകത്തിന്റെ മോഹങ്ങളോട് കൂട്ടുപിടിക്കുവാൻ കഴിയത്തില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ തീമോഥെയോസിനെ വളരെ ശക്തമായി ശകാരിക്കുന്ന ഒരു വാചകമാണത്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്കും ഒരു കാരണവശാലും യൗവന മോഹങ്ങളോട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഇമ്പമാകുന്ന, നമ്മുടെ കാഴ്ചക്ക്, നമ്മുടെ മനസ്സിന് സന്തോഷം കുളിർമയും തരുന്ന ഒരു യൗവന മോഹങ്ങളോടും കൂട്ടുപിടിക്കുവാനോ അതിനോട് കൂടുവാനോ നമുക്ക് കഴിയത്തില്ല. അതിനെ വിട്ടോടിയിട്ട് നമുക്ക് സഹവിശ്വാസികൾക്ക് നാം മാതൃകയുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ നാം എപ്പോഴും പറയുന്ന നിത്യതയിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുള്ളൂ. ഇനിയും ഈ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ പൗലോസ് അപ്പോസ്തലൻ ആദ്യം ശിഷ്യന്മാരെ, ദൈവസഭ വളരുന്ന ഒരു ദൈവസഭയെക്കുറിച്ച് പറയുകയാണ്. ആ സഭ എപ്പോഴും ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന, ശിഷ്യന്മാരെ പുതിയതായി വിശ്വാസികളെ കൊണ്ടുവരുന്ന ഒരു ദൈവസഭയായിരിക്കും. ഇനിയും പൗലോസ് അപ്പോസ്തലൻ അതിലെ 2-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു സേവകനാണ്, അടിമയാണെന്നാണ് പറയുന്നത്. അടിമയാണെന്നാണ് പറയുന്നത്. ഡൗലോസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡൗലോസ് എന്ന വാക്ക് അടിമ അല്ലെങ്കിൽ ദാസൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം യജമാനന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ആ വാക്കിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ യജമാനന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ദാസൻ. പല ക്വാളിറ്റികൾ തനിക്ക് പറയാനുണ്ടെങ്കിലും താൻ പറയാണ്, ക്രിസ്തുവിന് മുന്നിൽ കടന്നു വരുമ്പോൾ ഞാൻ ഒരു ദാസനാണ്, ഒരു അടിമയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പം അടിമ തൻ്റെ യജമാനന്റെ, അവൻ പൂർണ്ണമായും യജമാനന്റെ കൈവശം, അല്ലെങ്കിൽ യജമാനൻ പറയുന്ന വാക്കുകൾ കീഴ്പ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഒരു അടിമ, ഒരു ദാസൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ചും ദൈവാത്മാവ് ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ അടിമയാണെന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമൊന്നുമില്ല. കർത്താവ് എന്തു പറയുന്നോ അതുപോലെ തന്നെ അതിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ അടിമയാണെന്ന്, അല്ല ദൈവദാസനാണെന്നോ ദൈവദാസിയാണെന്നോ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ നടന്നിട്ട് നമ്മൾ ഇപ്പോൾ ആത്മീയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഈ അധപ്പതനം എന്ന് പറയുന്നത് ഇന്ന് ഈ ആക്ഷൻ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയില്ലാത്ത ജീവിതമാണ്. കാരണം അകത്ത് ഒന്നും പുറത്തു വേറൊന്നും. സഭായോഗത്തിന് കടന്നു വരുമ്പോൾ നല്ല ആത്മീയൻ, സഭായോഗം വിട്ട് കടന്നു പോകുമ്പോൾ അവൻ അനാത്മീയനായി മാറുന്നു. അവൻ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ പാസ്റ്ററെ കാണുമ്പോൾ വേറൊരു സ്വഭാവവും, മറ്റുള്ളവരെ കാണുമ്പോൾ വേറൊരു സ്വഭാവമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറയാണ്, ക്രിസ്തുവിൻ്റെ അടിമയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനൊരു സ്വാതന്ത്ര്യം ദൈവവചനം കൊടുത്തിട്ടില്ല. അവന് സ്വാതന്ത്ര്യം മുഴുവനും കൊടുത്തിരിക്കുന്നത് അവനെ പരമേൽപ്പിച്ച് അവനെ അടിമയാക്കിയിരിക്കുന്ന, വിലയ്ക്ക് വാങ്ങിയവന്റെ ആ ഉദ്ദേശപ്രകാരം അവൻ പറഞ്ഞ വാക്കുകൾക്കനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ എന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുന്നത്, അടിമ തൻ്റെ യജമാനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അവൻ വേറൊന്നിനു വേണ്ടിയല്ല ജീവിക്കുന്നത്. അവനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ആ യജമാനൻ എന്തു നിർദ്ദേശിക്കുന്നോ ആ വ്യക്തിക്ക് വേണ്ടി മാത്രം 24 മണിക്കൂറും ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കുന്ന, അല്ല വ്യക്തി പറയുന്ന വാക്കുകൾ, വ്യക്തി പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവനെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ പൗലോസ് പറയാണ്, ക്രിസ്തുവിൽ ഞാൻ അടിമയായിത്തീരുന്നു, അല്ല നമ്മൾ അടിമയായിത്തീരുന്നു. തീമോഥെയോസിനോട് പറയാണ്,
അടിമയാണ്. നമ്മൾ അടിമയായി തീർന്നത് ആ യജമാനന് വേണ്ടി ചെയ്യുവാൻ വേണ്ടി മാത്രമാണ്, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി അല്ല എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. മാത്രമല്ല, അടിമ എന്ന് പറയുന്ന യജമാനനെ സേവിക്കുന്ന വ്യക്തിയാണ്. കാരണം അവന് വേറെ ഒരു ഉദ്ദേശവുമില്ല, വേറെ ഒരു കാര്യം, അവൻ്റെ സ്വന്തം കാര്യങ്ങളെക്കാൾ വലുത് യജമാനന്റെ കാര്യങ്ങളാണ്. കാരണം അവനെ വിലയ്ക്ക് വാങ്ങി അവനെ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ച് ആഹാരം കൊടുത്ത് അവനെ നിർത്തുമ്പോൾ അവനെ സേവിക്കുക, യജമാനനെ സേവിക്കുക എന്ന ദൗത്യം മാത്രമേ ഒരു അടിമയ്ക്ക്, ഒരു ദാസന് ഉള്ളൂ. അപ്പൊ ക്രിസ്തീയ ദാസന്മാർ, ക്രിസ്തീയ ദാസിമാർ, ദൈവ പൈതൽ, ദൈവമക്കൾ, നമുക്കും ഉദ്ദേശ ലക്ഷ്യം മാത്രമേ നമ്മളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ. ആ കർത്താവിനെ സേവിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദൈവസഭ വളർച്ചയിലേക്ക് വരണമെങ്കിൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി സേവിക്കുന്ന ദൈവസഭയ്ക്ക് മാത്രമേ ആരോഗ്യമുള്ള ഒരു ദൈവസഭയെന്ന് പറയുവാൻ കഴിയുള്ളൂ. മാത്രമല്ല, ഇനി അടിമയുടെ അടുത്തൊരു ലക്ഷണം എന്തെന്നറിയാമോ? അടിമയുടെ ഇഷ്ടം യജമാനന്റെ ഇഷ്ടമാണ്. വേറൊരു ഇഷ്ടം തൻ്റെ ജീവിതത്തിനകത്തില്ല. ഒരു ദാസന്റെ ഇഷ്ടമെന്ന് പറയുന്നത് അത് യജമാനന്റെ ഇഷ്ടമാണ്. യജമാനൻ പറയുന്നത് കേൾക്കുക, യജമാനന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. യജമാനൻ പറയുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുവാൻ ഒരു ദാസന്, ഒരു അടിമയ്ക്ക് അധികാരമില്ല. അപ്പോൾ എന്നെ പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിന്റെ ദാസന്മാരെന്ന് നമ്മൾ പറയുമ്പോൾ, അടിമകളാണെന്ന് പറയുമ്പോൾ നമ്മളും തിരിച്ചറിഞ്ഞോണം, നമ്മുടെ ഇഷ്ടത്തിന് അവിടെ വാല്യൂ ഇല്ല. ഈ ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. ആ ക്രിസ്തു പറയുന്നത് അതുപോലെ അനുസരിക്കുന്നവന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ ആണെന്ന് പറയുവാൻ കഴിയുള്ളൂ. ഞാൻ ക്രിസ്തുവിന്റെ ദാസനാണെന്ന് പറയുകയും ലോകപ്രകാരം ജീവിക്കുകയും ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ ഹിതത്തിനനുസരിച്ച്, എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ലോകത്തിന്റെ ദാസനാണ്, ക്രിസ്തുവിന്റെ ദാസനല്ല. അപ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ദാസനാണെങ്കിൽ യജമാനന്റെ ഇഷ്ടം, യജമാനൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് പൗലോസ് അവിടെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അടിമ, എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശലക്ഷ്യമൊന്നുമില്ല. എൻ്റെ യജമാനൻ എന്ത് പറയുന്നോ അത് അതുപോലെ പ്രമാണിക്കുന്ന ഒരു വ്യക്തിയായി പൗലോസിനെ അവിടെ കാണുന്നു. കാരണം പൗലോസ് ഇത് തീമോത്തിയോസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഫിലിപ്പിയ ദൈവസഭയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ പ്രാപിച്ചെടുക്കണമെന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി വിശുദ്ധ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ, പഴയ നിയമ പുസ്തകം മുതൽ ഈ വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ ലേഖനങ്ങളോ മറ്റുള്ള ഇതര പുസ്തകങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ അടിമയായിരിക്കുന്ന അനേക വ്യക്തികളെ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് പരിചയപ്പെടുവാൻ കഴിയുന്നുണ്ട്. ഇനി ആവർത്തന പുസ്തകം വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, മോശ ദൈവത്തിൻ്റെ അടിമയായിരുന്നു, ദൈവത്തിൻ്റെ ദാസനായിരുന്നു. ആവർത്തന പുസ്തകം 34 അധ്യായത്തിന് 5-ാം വാക്യത്തിൽ പറയുന്നത് അങ്ങനെ യഹോവയുടെ ദാസനായ മോശ. അപ്പം ദാസനായിരുന്നു, ഒരു അടിമയായിരുന്നു. ഇനി യോശുവ ദൈവത്തിൻ്റെ അടിമയായിരുന്നു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ദാവീദ് ദൈവത്തിൻ്റെ ദാസനായിരുന്നു. 2 ശമൂവേൽ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം, പൗലോസ് യേശുക്രിസ്തുവിന്റെ അടിമയായിരുന്നു, യേശുക്രിസ്തുവിന്റെ ദാസനായിരുന്നു. യാക്കോബ് ദൈവത്തിൻ്റെ ദാസനായിരുന്നു, യൂദ ദൈവത്തിൻ്റെ ദാസനായിരുന്നു. ഇനി പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്നു. ഇനിയും ക്രിസ്ത്യ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ദാസന്മാരെന്നാണ് അറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാരും ദാസിമാരും എന്നാണ് അറിയപ്പെടുന്നത്. പൗലോസ് ഈ വാചകം എഴുതി ചേർക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിൻ്റെ അടിമ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് എഴുതി ചേർക്കുമ്പോൾ പൗലോസ് പറയാണ്, എൻ ജീവിതയാത്രയിൽ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത്, ലോകത്തിൽ കിട്ടാവുന്ന ഒരു ദൈവവേദനയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പേര് വിളിക്കുന്നത്, ദാസി എന്ന് പേര് വിളിക്കുന്നത് ഏറ്റവും വലിയ പദവിയായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ കണ്ടുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ, ഞാൻ ക്രിസ്തുവിന്റെ അടിമ എന്ന് പറയുന്നത്. കാരണം ഇതിനപ്പുറത്തേക്ക് ഒരു പേര് കിട്ടുവാനില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ ദാസന്മാർ, ദൈവദാസന്മാർ എന്ന് പേര് വിളിക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം അറിയാമോ? അവർ ക്രിസ്തുവിന്റെ കൊണ്ടാണ്. പലരും പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ നാട്ടിലൂടെ വീടുകളിൽ കയറി വരുന്ന നമ്മുടെ ദൈവസഭയിലെ പാസ്റ്റർമാരെ നമ്മൾ വിളിച്ചിരുന്നത് ഉപദേശി എന്നാണല്ലോ. ഉപദേശിയാണ്. അത് പിന്നീട് പാസ്റ്റർമാരായി മാറി. പിന്നീട് പാസ്റ്റർമാർ മാറിയിട്ട് ഇപ്പോൾ പാസ്റ്റർമാർക്കാർക്കും പാസ്റ്ററെ, നമ്മുടെ സഭയെ കുറിച്ചല്ല പറയുന്നത്, പല പാസ്റ്റർമാർക്കും
പാസ്റ്റർ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, അങ്കിളെ എന്ന് വിളിക്കണം. ഇപ്പൊ ആ കാലഘട്ടവും കഴിഞ്ഞുപോയി. ഇപ്പൊ പപ്പ എന്ന് വിളിച്ചാൽ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ. പാസ്റ്റർ എന്ന് ഉപദേശിക്കുന്നൊക്കെ വിളിക്കുന്നത് ഔട്ട് ഓഫ് പാഷനായി പോയി. അങ്ങനെയുള്ളവരെ കുറിച്ചല്ല വേദപുസ്തകം പൗലോസ് പറയുന്നത്. പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ, ഇതിനപ്പുറത്തേക്കൊരു പേരെനിക്കില്ല, കാരണം ഞാൻ ക്രിസ്തുവിന്റെ അടിമയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മളാരാ? നമ്മൾ ക്രിസ്തുവിന്റെ അടിമയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മാത്രമല്ല, ഈ ക്രിസ്തുവിന്റെ അടിമയായി കഴിഞ്ഞാൽ പിന്നെ ഈ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാനിത് പഠിച്ചു വന്നപ്പോൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച കുറച്ച് വാക്കുകളുണ്ട്. അത് ഞാനിവിടെ പറയാം. ഈ ക്രിസ്തുവിന്റെ അടിമയായി കഴിഞ്ഞാൽ പിന്നെ, ദാസനായി കഴിഞ്ഞാൽ പിന്നെ, ഈ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞൊരു വാക്കാണ്, 26-ാം വാക്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന പിതാവ് മാനിക്കും. അപ്പൊ ശുശ്രൂഷ ചെയ്താൽ, ദൈവദാസനായി മാറിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്താൽ ദൈവം മാനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ ലോകത്ത് നമ്മുടെ മാന്യത എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ബോർഡിനകത്ത് പേര് വരുന്നതല്ല മാന്യത. ആ മാന്യതയൊക്കെ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കുന്നതാ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിത്യതയിൽ ചെല്ലുമ്പോൾ പിതാവിന്റെ മുൻപിൽ എനിക്കൊരു മാന്യത ലഭിക്കും. കാരണം എന്നറിയാമോ? ഞാൻ ക്രിസ്തുവിന്റെ ദാസനായിട്ട് എനിക്ക് ആയുസ് എന്ന ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആ ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്തുകൊണ്ട് ആ യേശു കർത്താവിനോടൊപ്പം പിതാവിന് മുൻപിൽ ലഭിക്കുമ്പോൾ എനിക്ക് മാന്യത ലഭിക്കും. അതുകൊണ്ടാണല്ലോ റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് 1-12 നമുക്ക് അറിവുള്ള വാക്യമാണ്. 1-ാം വാക്യം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സലിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കും, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പോൾ ഒരു ദൈവദാസൻ, ദൈവദാസി, അടിമ, ദാസൻ, അവൻ എങ്ങനെയായി തീരണം? അവൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവനായി തീരണം. മാത്രമല്ല, ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ദാസനെന്നും ദൈവത്തിന്റെ അടിമയെന്നും നമ്മളെ പറയുവാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കുവാനും കഴിയുള്ളൂ. മാത്രമല്ല, ഈ ദൈവദാസൻ എന്ന് പറയുന്നത്, ദൈവദാസി എന്ന് പറയുന്ന ആ വാക്യം കയറി പറയുന്നേ ഉള്ളൂ. ദൈവദാസി എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 56-ാം വാക്യത്തിലേക്ക് 58-ാം വാക്യത്തിലേക്ക് വായിച്ചു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യതാണ്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഈ ദൈവദാസൻ എങ്ങനെയായി തീരണം? ഒരു ദൈവ പൈതൽ എങ്ങനെയായി തീരണം? ക്രിസ്തുവിന്റെ ദാസൻ, ക്രിസ്തുവിന്റെ അടിമ എങ്ങനെയായി തീരണം? നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. ഈ വാക്കെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വാക്കുകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിനകത്തുനിന്ന് ചൂട് കയറി. എപ്രകാരമാണ് പറഞ്ഞ, ആകയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായി തീരണം. എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഉറപ്പില്ലാതായി പോകരുത്, കുലുങ്ങിപ്പോകരുത്. നിങ്ങളുടെ പ്രയത്നം നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇവിടത്തേക്ക് വേണ്ടിയല്ല, ഈ ഭൂമിക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടിയല്ല. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ഇവിടെ നമ്മൾ ദൈവസഭയ്ക്കകത്ത് വന്ന് ഒരാളെ ദൈവസഭയിലേക്ക് കൊണ്ടുവന്നാൽ അത് ഇവിടുത്തെ ദൈവസഭയുടെ പ്രോത്സാഹനം ലഭിക്കുവാൻ വേണ്ടിയല്ല. ഒരു വിശ്വാസിയെ കൊണ്ടുവന്നാൽ ഇങ്ങോട്ട് ഇവിടുത്തെ പ്രോത്സാഹനം ലഭിക്കുവാൻ വേണ്ടിയല്ല. അത് നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ നിങ്ങൾ ദിനംതോറും കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായി തീരണം. അപ്പോൾ ഒരു ദൈവദാസൻ എന്ന് പറയുമ്പോൾ, ഒരു ദൈവദാസി എന്ന് പറയുമ്പോൾ, ദൈവമക്കളെ കുറിച്ച് പൗലോസ് പറയുകയാണ്, നമ്മൾ ക്രിസ്തുവിന്റെ വേലയിൽ ദിനംതോറും വർദ്ധിച്ചു വരുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പേരിന് യോഗ്യതയുള്ളൂ. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ, ദൈവകൃപയിൽ വന്നപ്പോൾ ആരെങ്കിലും ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒതുങ്ങിയിരിക്കുന്നവരെ കുറിച്ചല്ല ദൈവാത്മാവ് പറയുന്നത്. അത് ഞാനായിരിക്കോട്ടെ, നിങ്ങളായിരുന്നോട്ടെ, ആരുമായിരുന്നോട്ടെ, നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, നീ ദൈവദാസൻ എന്ന ആ ലേബലിന് ഞാൻ യോഗ്യനായി തീരണമെങ്കിൽ ക്രിസ്തുവിന്റെ വേലയിൽ ദിനംതോറും വർദ്ധിച്ചു വരണം. അതിന് സമയവ്യത്യാസമില്ല, അതിന് കാലവ്യത്യാസമില്ല. ജീവിതത്തിൽ യാത്രയിൽ ഈ ഭൂമിയിൽ ആയുസ് തന്ന്, ഈ ആയുസ് നമ്മുടെ മണ്ണിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആ ക്രിസ്തീയ വേലയിൽ നമ്മൾ വർദ്ധിച്ചു വരുന്നവരായി തീരണം. മാത്രമല്ല, എഫേസ്യ ലേഖനം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയിലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം. എങ്ങനെ ഒരു ദൈവദാസനായി തീരണം? ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും, മനുഷ്യരെ അല്ല
കർത്താവിനെ തന്നെ പ്രീതിയോട് സേവിച്ചുകൊണ്ട് അനുസരിപ്പീൻ. അപ്പോൾ നമ്മൾ കർത്താവിന്റെ ദാസൻ എന്നും നമ്മളെ കുറിച്ച് മുദ്രയിടുമ്പോൾ, ഞാൻ എന്നെ കുറിച്ച് മുദ്രയിടുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയല്ല നീ ചെയ്യേണ്ടത്, ദൈവേഷ്ടം മനസ്സോടെ ചെയ്യണം. മനുഷ്യരെ അല്ല, കർത്താവിന് തന്നെ പ്രീതിയോട് സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ലഭിച്ചെന്ന് വന്നേക്കാം. പക്ഷെ നമ്മൾ ദൈവദാസൻ, ദൈവദാസി, ദൈവമക്കൾ എന്ന് നമ്മളെ കുറിച്ച് നാം തന്നെ മുദ്രയിടുമ്പോൾ, ആ പേരിന് നാം അർഹരായി തീരുമ്പോൾ, നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് മനുഷ്യരെയല്ല, കർത്താവിനെ തന്നെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ദൈവ സേവിച്ചുകൊണ്ട് നമ്മൾ ആയിത്തീരണം. കൊലോസ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുന്ന കാണുവാൻ കഴിയുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുകയും അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിനെ സേവിപ്പീൻ. അപ്പോൾ നമ്മൾ എങ്ങനെയായി തീരണം? ഒരു ദൈവദാസൻ, ദൈവദാസി എങ്ങനെയായി തീരണം? മനുഷ്യർക്കല്ല. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീയ ലോകത്തിന് വന്നുപോയ ഏറ്റവും വലിയ അധപ്പതനം എന്ന് പറയുന്നത്, പണ്ട് നമ്മുടെ ഒരു 10, 25, 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവർ ചെയ്തത് മുഴുവനും ആ ദേശത്തെ ജനങ്ങളുടെ ആത്മീയ ഉണർവിന് വേണ്ടി, അവരെ നിത്യതയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞപ്പോൾ, ഒരു പരസ്യമോ മറ്റു ഇതര കാര്യങ്ങളോ ഒരു പബ്ലിസിറ്റിയോ ഇല്ലാതെ ആത്മാക്കളെ യേശുവിലേക്ക് നേടിയെടുത്ത പിതാക്കന്മാരുടെ പിന്തലമുറക്കാർ വന്നപ്പോൾ എന്ത് പറ്റിപ്പോയി? മനുഷ്യർക്ക് വേണ്ടി ചിലത് ചെയ്യുന്നത് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ചെയ്തപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാതെ പോയി, ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കാതെ പോയപ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ അങ്ങനെയല്ല ദൈവവേല ചെയ്യേണ്ടത്. നമ്മളെ കുറിച്ച് ദൈവദാസനെന്നോ ദൈവദാസി എന്നോ കർത്താവ് നമ്മളെ പേര് വിളിക്കുമ്പോൾ നാം ചെയ്യുന്ന മനുഷ്യർക്കല്ല, കർത്താവിനെന്നതുപോലെ മനസ്സോടെ ചെയ്യുന്നവരായി തീരണം. കാരണം ഇത് മനസ്സോടെ ചെയ്യുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നുള്ള ഉറപ്പ് കൊണ്ടാണ്. ഒരു പക്ഷേ ഇവിടെ വെച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇവിടെ വെച്ചൊന്നും ലഭിച്ചില്ലെങ്കിലും, ആരും ഒരു നല്ല വാക്ക് പറയുവാൻ പോലും നമ്മളെ കൂട്ടാക്കിയില്ലെങ്കിലും, ആരും നമ്മുടെ പേര് പോലും ഒന്ന് ഉദ്ധരിക്കുവാൻ തയ്യാറായില്ലെങ്കിലും, എൻ്റെ പ്രിയ സ്നേഹിതരെ, കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവകാശമെന്ന പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പോട് വേണം ഒരു ദൈവദാസനും ദൈവദാസിയും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ. ഇവിടെ ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് കമന്റുകൾ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ, എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇവിടെ അല്ല എനിക്ക് പ്രതിഫലം, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലാണെന്നുള്ള ഉറപ്പോട് നിശ്ചയത്തോടു കൂടി വേണം എന്തു കാര്യം ചെയ്യുവാനെന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു വാക്കോട് ഉദ്ധരിച്ചിരിക്കുന്നത്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ടും നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. അപ്പോൾ ഒരു ദൈവദാസൻ, ദൈവമക്കൾ, ക്രിസ്തീയ ദൈവസഭ വളർന്നു വരുന്ന നമ്മൾ ഓരോരുത്തരും എങ്ങനെ ചെയ്യണം? ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടി ദൈവത്തെ സേവിക്കണം. ഇന്ന് പറ്റി ഈ കാലഘട്ടത്തിൽ ഇതങ്ങ് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ ഇടയിൽ നിന്ന്. ദൈവത്തിന് ഭക്തിയുമില്ല, ഭയവുമില്ല. നമുക്ക് ലഭിക്കുന്ന നന്മകൾ കൊണ്ട് നമ്മൾ അഹങ്കരിച്ചു നടക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് നാം ഭക്തിയോട് ദൈവവേല ചെയ്യണം. ഇനിയും ഇത് പഴയ നിയമത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നമുക്കൊരു ചോദ്യം വന്നേക്കാം. പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ പഴയ നിയമത്തിലും ഇതിന് വ്യത്യസ്തതയൊന്നും ഉണ്ടായിട്ടില്ല. ഈ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം വായിച്ചു വരുമ്പോൾ ഈ ദൈവദാസന്മാർ, ദൈവമക്കൾ എങ്ങനെയായി തീരണമെന്ന് അവിടെ പറയുന്നുണ്ട്. നിനക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, നന്മ ലഭിക്കണമെങ്കിൽ നീ എങ്ങനെയായി തീരണം? പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. അത് നമുക്ക് വലിയ ഇഷ്ടമുള്ള വാക്യമാണ്. അത് എങ്ങനെ, ആരെ അനുഗ്രഹിക്കുന്നത്? ആർക്കാണ് നന്മ ലഭിക്കുന്നത്? ദൈവമായ യഹോവയെ സേവിക്കുന്നവന് അനുഗ്രഹം ലഭിക്കും. ഇനി ആവർത്തന പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യം, സമയത്തിന് പരിധി മുഖാന്തരമാണ് ഞാൻ വാക്യങ്ങൾ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടുകൂടിയും സേവിക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ നാം പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സേവിക്കുന്നവരായി തീരണം. ഈ കാലഘട്ടത്തിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക.
ഈ കാലഘട്ടം വല്ലാത്ത ഈ എഫേസ് ലേഖനമൊക്കെ 6-ാം അധ്യായം നമ്മൾ പഠിച്ചു വന്ന വാക്യങ്ങളാണ്. ആ വാക്യത്തിലൊക്കെ പറയുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരായി മാറരുത്, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്യണം. ഈ പഴയ നിയമ പുസ്തകത്തിൽ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തോട് പറയാണ്, നിങ്ങൾ സേവിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ ആയിത്തീരണം. അപ്പം നമ്മളെക്കുറിച്ചും കർത്താവ് ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയോ നമ്മുടെ ആഗ്രഹത്തിനു വേണ്ടിയോ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു പൂർത്തീകരണം വേണ്ടിയോ നമ്മുടെ ഭൗതിക നന്മകളുടെ വളർച്ച പ്രാപിക്കുവാൻ വേണ്ടി അല്ല കർത്താവിനെ സേവിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അവകാശം പ്രാപിക്കുന്ന ഒരു സുദിനം എനിക്ക് ലഭിക്കുമെന്നുള്ള നിശ്ചയ ബോധ്യത്തോടുകൂടി തന്നെ വേണം ദൈവത്തെ സേവിക്കുവാൻ. നമ്മുടെ പിതാക്കന്മാരൊക്കെ ദൈവത്തെ ആരാധിച്ചത് നിത്യതയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ ജീവിതവും അവരുടെ ആരാധനയും അവരുടെ പ്രവൃത്തിയും നിത്യതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദൈവസഭകളിൽ നമ്മുടെയൊക്കെ ചെറിയ കാലഘട്ടത്തിൽ, നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ ദൈവസഭയ്ക്കകത്ത് മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്ന ഒരു വാക്കുകളായിരുന്നു, കർത്താവ് വരാറായി, ഇപ്പോൾ വരും, അതിനുവേണ്ടി പ്രത്യാശയോടെ ഇരിക്കാം, അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത സഭായോഗം കൂടുവാൻ കഴിയുമോ എന്ന് നമുക്കാർക്കും നിശ്ചയമില്ല, അതിനു മുമ്പ് നമ്മുടെ കർത്താവ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സഭായോഗം അവസാനിച്ചുകൊണ്ടിരുന്ന ദൈവസഭയ്ക്കകത്തേക്ക് കഷ്ടതയുടെയും വേദനയുടെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും ഒരു കാലഘട്ടത്തിൽ ബന്ധക്കോസുകാരെന്ന് പറയുമ്പോൾ ലോകത്തിന് അറപ്പായിരുന്ന ഒരു കാലഘട്ടത്തിൽ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ച് അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് കർത്താവിന്റെ കാഹളം ധ്വനിക്കുവാൻ സമയം ആസന്നമായി തീരുന്നു എന്നുള്ള പ്രതീക്ഷയോടെയായിരുന്നു. കാലങ്ങൾ മാറിപ്പോയി, സമയങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തലമുറകളെ കർത്താവ് അനുഗ്രഹിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ആ അനുഗ്രഹത്തിനകത്ത് ഒരു ശാപം കൂടെ ആയി മാറി. ആ അനുഗ്രഹത്തിനകത്ത് ഒരു വിടുതലുകൾ നടക്കാത്ത, ആത്മീയ വിടുതൽ നടക്കാത്ത സഭകളായി മാറി. കാരണം അവർ ആത്മീയതയിൽ നിന്ന് വിട്ടുപോയിട്ട് കർത്താവിന്റെ വരവ് ഒരു പ്രശ്നമല്ലാതെ മാറി. അവർ ദൈവ സാന്നിധ്യം വിട്ടുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച യുവജനങ്ങളായി മാറി. എങ്ങനെ ഈ യുവജനങ്ങൾ ദൈവത്തിൽ പക്വത പ്രാപിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരണമെന്ന് ദൈവോധനത്തിലൂടെ പ്രബോധിപ്പിക്കുമ്പോൾ ആ യുവജനങ്ങൾ ദൈവസ്നേഹം വിട്ടിട്ട്, ക്രിസ്തീയ പക്വത വിട്ടിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച യുവാക്കന്മാരെ യുവതികളെയും കാണുവാൻ ഇടവന്നു. എവിടെ പോയി നമ്മുടെ പ്രാർത്ഥനകൾ? എവിടെ പോയി നമ്മുടെ ആരാധന? എവിടെ പോയി? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് കേട്ടതുപോലെ ആ ദൈവദാസൻ ഇപ്രകാരം പറയുന്നത്, ഇപ്പോൾ മറ്റുള്ളവരെക്കാളും അനാത്മ്യരായി ജീവിക്കുന്ന സമൂഹമായി നമ്മൾ മാറി. അവിടെയാണ് പൗലോസ് നമ്മളെ പറയുന്നത്, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനല്ല, ഇതിനകത്ത് പോരായ്മയുണ്ടെങ്കിൽ ഇതിനെ മാറ്റിയിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ സേവിക്കുന്നവരായി നമ്മൾ മാറണം. എന്നെ പ്രിയ സ്നേഹിതരെ, ഞാൻ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടെ നമ്മൾ പരിപാലിക്കുന്നവരായി മാറണം. കാരണം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അന്യപ്പെട്ടു പോയാൽ അവരെ പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നശിപ്പിച്ച് കളയരുത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും കരയുന്നവരായി തീരണം. നമ്മൾ ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത് മനുഷ്യരെയല്ല. നമ്മൾ പലപ്പോഴും പ്രസാദത്തിന് വേണ്ടി ചെയ്യുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുമ്പോൾ ഈ രാത്രിയിൽ ഒരു കാര്യം ഓർത്തോണം, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യരുത്. ദൈവസഭയ്ക്കകത്തും ദൈവസഭയുടെ പുറത്തും കൂട്ടുവിശ്വാസികൾക്കും മറ്റ് ആർക്കും അവരുടെ പ്രസാദം നേടുവാൻ വേണ്ടി നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കർത്താവേ അങ്ങയുടെ ഇഷ്ടം എന്നിലൂടെ നിറവേറുവാൻ കഴിയണം. അങ്ങ് എന്നെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യം അത് മാത്രമാണ്. അത് ചെയ്യുവാൻ എനിക്ക് കഴിയണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഓർപ്പിച്ച വാക്യം, കൊലോസ്യ ലേഖനം 23-ാം വാക്യം, ഒരു 2 വാക്കുകൾ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കല്ല ചെയ്യുന്നത്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, ആരോടെങ്കിലും സുവിശേഷം അറിയിച്ചാൽ, ആർക്കെങ്കിലും ഒരു നന്മ കൊടുത്താൽ, ആർക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിച്ചാൽ, ആരെങ്കിലും കൈത്താങ്ങിയാൽ, ആരോടെങ്കിലും നല്ല നല്ല സന്ദേശങ്ങൾ കൈമാറിയാൽ അത് മനുഷ്യർക്കല്ല കർത്താവിന് എന്നതുപോലെ അത് നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മനസ്സോടെ ചെയ്യണം. ഈ മനസ്സോടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യരുത് എന്നാണ്. നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണെന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടെ ചെയ്യണം. ഈ മനസ്സോടെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആരും കാണുന്നില്ല, വന്നിരും ആരും കാണത്തില്ല. നമ്മൾ ഈ പലപ്പോഴും ഈ വലിയ വലിയ കൺവെൻഷനുകളും മീറ്റിങ്ങുകളിലൊക്കെ നടക്കുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ നമ്മൾക്ക്
നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്ന ആ കൺവെൻഷന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെ ഒന്നും ആർക്കും കാണുവാൻ കഴിയത്തില്ല. അവരൊക്കെ എവിടെയെങ്കിലും മാറി നിന്ന് ആ കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരുന്നേക്കാം. പക്ഷെ പ്രസംഗിക്കുന്നവനെ എല്ലാവർക്കും കാണുവാൻ കഴിയും. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ആരും കാണാതെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലനും അതേ വാക്ക് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ കൃപ നിങ്ങൾക്ക് പ്രാപിച്ചിരിക്കണം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്നതുപോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിക്കുന്നവരായി തീരണം. അപ്പം വളരുന്ന ദൈവസഭ, ആരോഗ്യമുള്ള ദൈവസഭ ക്രിസ്തുവിനെ സേവിക്കുന്ന ദൈവസഭയായി മാറും. മറ്റ് ഇതര കാര്യങ്ങളിലല്ല അവരുടെ ലക്ഷ്യം. അവർ ക്രിസ്തുവിനെ മാത്രം നോക്കി ജീവിക്കുന്ന ദൈവസഭയായി തീരും. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇതിനകത്ത് 5 കൂട്ടം കാര്യം പറയുന്നുണ്ട്. 5-ൽ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ക്രിസ്തുവിൽ ശിഷ്യന്മാരെ നേടുന്ന ദൈവസഭയായിട്ട്, ക്രിസ്തുവിനെ സേവിക്കുന്ന ദൈവസഭയായിട്ട്, വളർച്ച, പൂർണ്ണ വളർച്ചയിലേക്ക് വരുന്ന, ഒരു ചെറിയ വളർച്ചയിലേക്കല്ല നമ്മളെ കർത്താവ് ഏൽപ്പിക്കുന്നത്. ഒരു ശിശു, ഒരു കുഞ്ഞ് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്ന ഒരു ദൈവസഭയായി മാറുവാൻ വേണ്ടി നമ്മളെ ഒരുക്കാം. പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.